സംസ്ഥാനത്ത് 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാരിന്റെ നീക്കം. വരുമാനത്തിൽ ഇടിവുണ്ടായതും ടൂറിസം മേഖലയിലെ തിരിച്ചടിയുമാണ് തീരുമാനത്തിന് പിന്നിൽ. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം LDF ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കും. സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്തിക്കൊടുക്കുന്നത് മദ്യമാണ്. മദ്യപന്മാർക്ക് ഒരു സന്തോഷ വാർത്ത. 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്തെ ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുകയാണ്. ഡ്രൈ ഡേ പിൻവലിക്കുന്നതിനോടൊപ്പം മദ്യം കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങളിലും ഇളവ് വന്നേക്കുമെന്നാണ് സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മദ്യത്തിൽ നിന്നുള്ള വരുമാനം കുറയുന്നതും ടൂറിസം മേഖലയിലുണ്ടാകുന്ന തിരിച്ചടിയുമാണ് സർക്കാരിനെ ഇത്തരമൊരു തീരുമാനമെടുക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. മദ്യവരുമാനം കുറഞ്ഞുവെന്ന് പറയുമ്പോഴും ക്രിസ്മസ് പുതുവത്സര സമയത്ത് മലയാളി കുടിച്ചു തീർത്ത മദ്യത്തിൽ നിന്ന് ലഭിച്ച വരുമാനം 543 കോടി രൂപ. അതിൽ തന്നെ ഡിസംബറിൽ വിറ്റത് 90 കോടി രൂപയുടെ മദ്യം. അതിൽ 90% നികുതിയായി സർക്കാരിന്റെ ഖജനാവിലെത്തിയിട്ടുണ്ട്. മദ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന് ആവർത്തിച്ചു പറഞ്ഞ് അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു മാസത്തെ മദ്യത്തിൽ നിന്നുള്ള വരുമാനമാണിത്. ടൂറിസം മേഖലയിൽ വലിയ തിരിച്ചടിയുണ്ടായെന്ന ന്യായമാണ് ഡ്രൈ ഡേ ഒഴിവാക്കാൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വർഷത്തിലെ 12 ദിവസം മദ്യം വിൽക്കാതിരുന്നാൽ സർക്കാരിന് നഷ്ടമാകുന്ന ലക്ഷങ്ങളുടെ കണക്കുമുണ്ട് അതിനു പിന്നിൽ. മാർച്ചിൽ തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ചർച്ച ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം LDF യോഗത്തിൽ ചർച്ചയുണ്ടാകും. ചർച്ചയ്ക്ക് ശേഷമാകും എക്സൈസ് വകുപ്പിന് തീരുമാനം സംബന്ധിച്ച നിർദ്ദേശമുണ്ടാകുക. ഖജനാവ് നിറയ്ക്കാൻ സർക്കാരിന് മുമ്പിലുള്ള പൊന്മുട്ടയിടുന്ന താറാവാണ് മദ്യശാലകൾ. ഡ്രൈ ഡേ കൂടി ഒഴിവാക്കുമ്പോൾ ആ വരുമാനം കൂടി നേടിയെടുക്കാമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്തൊക്കെയാണെങ്കിലും മദ്യപാനം ആരോഗ്യത്തിനും സമ്പത്തിനും ഹാനികരം. ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം.